ഓക്കെ, അപ്പോൾ നമ്മുടെ ആ സർവേ അങ്ങനെ കോട്ടകളായ മണ്ഡലങ്ങൾ, ഇഞ്ചോടിഞ്ച് പോലെ നടന്ന മണ്ഡലങ്ങൾ കൂടി അങ്ങനെ യാത്ര മുന്നോട്ടേക്ക് പോവുകയാണ്. ഓർക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നത്തെ ബിഗ് ക്വസ്റ്റ്യൻ പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നു എന്നാണ് ചോദ്യം. ഇന്നത്തെ സ്റ്റേറ്റ് വേർഡ് ചോദ്യമാണ്. എല്ലാ മണ്ഡലങ്ങളും ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം പ്രേക്ഷകർ കാണുന്നുണ്ട്. പക്ഷേ അത് സ്റ്റേറ്റ് വേർഡിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ വരുന്ന മറുപടി എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. കാത്തിരിക്കണം, സർവേക്കൊപ്പം തുടരണം പ്ലീസ്. ഓക്കെ, ഇന്നത്തെ വലിയ ചോദ്യം, കേന്ദ്രത്തിന്റെ പ്രതിപക്ഷ വേട്ടയോ? കേരളം പറഞ്ഞതെന്ത്? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. അപ്പോൾ ഇന്ന് ഇതുവരെ നോക്കിയ 3-2 UDF, 1 അട്ടിമറിയുടെ LDF, 2-1. ഓക്കെ, മലപ്പുറം എറണാകുളം രാഷ്ട്രീയ കോട്ടകൾ കടന്ന് നമ്മൾ വടക്കോട്ടൊരു കോട്ടയിലേക്കാണ്. കണ്ണൂർ കോട്ട, അത് ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ട എന്ന് പറയുമ്പോഴും ലോക്സഭയിൽ അങ്ങനെയല്ല എന്നാണ് കണ്ണൂർ കിസ്സ. ലോക്സഭാ മണ്ഡലങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം 110 ഡിഗ്രിയിൽ തിളച്ചു മറിയുന്ന കണ്ണൂർ, അഗ്രസീവ് വാക്കിൽ തന്നെ രാഷ്ട്രീയം പറയാൻ മടിക്കാത്ത, എണ്ണിയാലൊടുങ്ങാത്ത പോരാട്ട ചരിത്രങ്ങൾ ഓർമ്മകളിൽ പേറുന്ന കണ്ണൂർ. ഇക്കുറിയുണ്ടോ ഒരു രാഷ്ട്രീയ മാറ്റം? പോയ തെരഞ്ഞെടുപ്പിൽ ധർമ്മടമടക്കം ഇടതിന്റെ കൊടുങ്കോട്ടകൾ പോലും ആടിവറച്ചതിന്റെ ക്ഷീണം തീർക്കാൻ ജില്ലാ സെക്രട്ടറി, ആ ഭൂരിപക്ഷം ആവർത്തിക്കാൻ KPCC അധ്യക്ഷൻ, കാവിക്കൊടിയും പിടിച്ച് ഇന്നലെ വരെ കോൺഗ്രസ് കൊടി പിടിച്ചൊരു രഘുനാഥ്. അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ പോരാ, പിടിതരാത്ത കണ്ണൂർ. മുമ്പ് കോർത്ത് വമ്പന്മാർ, കണ്ണൂരിൽ കരുത്തനാര്? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. കണ്ണൂർ ലോക്സഭാ കോട്ടയ്ക്ക് കാവലാരെ എന്ന സൂചനയിലേക്ക് ഒരുപക്ഷെ നയിച്ചേക്കാവുന്ന ചോദ്യങ്ങൾ ദാ വരുന്നു. 10 ചോദ്യങ്ങൾ, 10 ഉത്തരങ്ങൾ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം എന്താണ്? ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി, വിലക്കയറ്റം എന്ന് പറയുന്നു 9.2% ആളുകൾ. രാഷ്ട്രീയമാണ് എന്ന് പറയുന്നവർ 36.1%. അത് പൊളിറ്റിക്കൽ കണ്ണൂരാണ്. അപ്പോൾ ആ ചോദ്യത്തിന്റെ മറുപടി അത്രയും സംഖ്യ വന്നേ പറ്റൂ. 36.1% ആളുകൾ. സ്ഥാനാർത്ഥിയുടെ മികവെന്ന് പറയുന്നവർ 20.6%. തൊഴിലില്ലായ്മ എന്ന് പറയുന്നവർ 4.5%. വികസനവും എന്ന് പറയുന്നവർ 7.6%. ഞങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇരമ്പുയാർത്തു വരും ഈ കേൾക്കുന്ന അഴിമതി വിവാദങ്ങൾ എന്ന് പറയുന്നവർ 7.8%. സിറ്റിംഗ് എംപിയുടെ പ്രവർത്തനമാണെന്ന് പറയുന്നവർ 8.4% ഉള്ളൂ. അതിനേക്കാൾ എത്രയോ മടങ്ങാണ് രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്ന 36.4% ആളുകൾ. ഓക്കെ, മറ്റു വിഷയങ്ങൾ എന്ന് പറയുന്നവർ 5.8. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് രാഷ്ട്രീയത്തിന് തന്നെയാണ്, 36.1. അത് കണ്ണൂരാണ്, പൊളിറ്റിക്കൽ കണ്ണൂർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരവാദിയാർന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാരാണ് ഇന്ന് സംശയമില്ലാതെ പറയുന്നവർ 32.7. അല്ല, സംസ്ഥാന സർക്കാരാണെന്ന് പറയുന്നവർ 28.7. രണ്ടുപേരും ചേർന്നാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് പറയുന്നവർ 38.6. കണ്ണൂരിൽ പോലും രണ്ടുപേരും ചേർന്നാണ് പ്രശ്നമുണ്ടാക്കുന്നവർ എന്ന് പറയുന്നവരുടെ എണ്ണമാണ് കൂടുതൽ, 38.7. അത് കേന്ദ്ര സർക്കാർ എന്ന് പറയുന്നവരുടെ എണ്ണം കുറവാണെന്നല്ല, പക്ഷേ ഇരുവരും ചേർന്നാണെന്ന് കരുതുന്ന അത്രയും ഇല്ല എന്ന് പറയുന്ന അതൊരു ഇൻഡിക്കേറ്ററാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ചോദിക്കണം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വിലയിരുത്തുമോ? ഇല്ല, വിലയിരുത്താൻ പറ്റില്ല എന്ന് പറയുന്ന 29.8% കണ്ണൂരിൽ. അതല്ല, ഞങ്ങൾ വിലയിരുത്തും. ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം നല്ലതാണോ മോശമാണോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കി മാത്രമാണ്. ഞങ്ങളുടെ ലോക്സഭയിലേക്കാണെങ്കിൽ ലോക്സഭാ വോട്ട് എന്ന് പറയുന്നവർ 70.8%. അത് വലിയ 70.2%. അത് ഉറപ്പായും അതൊരു വലിയ റേറ്റിംഗ് ആണ്. എന്തിൻ്റെ സൂചനയാണ് എന്നൊരു ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഫോർത്ത് ചോദ്യം, പൗരത്വ നിയമ ഭേദഗതി നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുമോ? സ്വാധീനിക്കുമെന്ന് പറയുന്നവർ 70.2%. സ്വാധീനിക്കില്ല എന്ന് പറയുന്നവർ 29.8%. കണ്ണൂർ പോലെ ഒരു മണ്ഡലത്തിൽ അതിൻ്റെ ഡെമോഗ്രഫിയൊക്കെ വെച്ച് നോക്കുമ്പോൾ 70.2 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ചിന്തയാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഹൈലി പൊളിറ്റിക്കലായി നിൽക്കുന്ന ഒരുപറ്റ മനുഷ്യരാണ്. അല്ലെങ്കിൽ മറ്റ് ഭേദചിന്തകൾക്കപ്പുറത്ത്, ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള മത താല്പര്യങ്ങൾക്കപ്പുറത്ത് രാഷ്ട്രീയമായി ചിന്തിക്കുന്നതിൻ്റെ മറുപടി തന്നെയാണ് ആ പറഞ്ഞ 70.2. അത് സ്വാധീനിക്കും എന്ന് പറയുന്നവരുടെ എണ്ണം. കോർത്ത് വമ്പന്മാർ, കണ്ണൂരിൽ കരുത്തനാര്? 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. യെസ്, ഞാൻ അഖിൽ സുരേഷ് തോന്നുന്നു. അഖിൽ, അവിടെ പൗരത്വ ഭേദഗതി 70.2 എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട മണ്ഡലങ്ങളിലൊക്കെ ഒരുപക്ഷെ മലപ്പുറം പോലെ കോഴിക്കോട് പോലുള്ള സ്ഥലങ്ങൾ കൂടി നിൽക്കുന്നു. ഡെമോഗ്രഫി അതൊരു ഫാക്ടർ ആയിരുന്നെങ്കിൽ കണ്ണൂരിലേക്ക് വരുമ്പോൾ ഡെമോഗ്രഫി ഫാക്ടർ ആകുന്നില്ല, മതം ഫാക്ടർ ആകുന്നില്ല. പൊളിറ്റിക്സ് മാറ്റർ ഇൻ കണ്ണൂർ. അഖിൽ, തീർച്ചയായിട്ടും നമ്മുടെ സർവേയിൽ നടത്തിയ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം എന്ത് എന്ന ചോദ്യത്തിന് രാഷ്ട്രീയം നോക്കിയില്ല, രാഷ്ട്രീയം വിലയിരുത്തി ഞങ്ങളുടെ രാഷ്ട്രീയത്തിനാണ് ഞങ്ങളുടെ വോട്ടെന്ന് ഏറ്റവും അധികം ആളുകൾ നമ്മളുടെ സർവേയിൽ, അത് UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ
ഈ സർവേയിൽ പങ്കെടുത്തവരിൽ തങ്ങളുടെ രാഷ്ട്രീയം തുറന്നു പറയുകയും ആ രാഷ്ട്രീയത്തിനനുസരിച്ചാണ് തങ്ങൾ ആദ്യ പ്രയോറിറ്റി തങ്ങളുടെ വോട്ടിന് കൊടുക്കുക എന്ന് പറഞ്ഞൊരു മണ്ഡലം കണ്ണൂരാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഈ പൗരത്വ വിഷയമായിക്കൊള്ളട്ടെ മറ്റേത് വിഷയവും അവരുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അത് രാഷ്ട്രീയമായി ചിന്തിച്ച് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇവർക്ക് നൽകുന്ന അവിടുത്തെ ജനങ്ങൾക്ക് നൽകുന്ന രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡെമോഗ്രാഫിയിൽ ന്യൂനപക്ഷങ്ങളെക്കാൾ കൂടുതൽ അവിടെ ഹിന്ദു വോട്ടുകൾ ഉണ്ടെങ്കിൽ പോലും പൗരത്വ ഭേദഗതി അത് ന്യൂനപക്ഷങ്ങളുടെ മാത്രം വിഷയമല്ല. അത് ഇടതുപക്ഷം അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷവും UDF-ഉം ഉൾപ്പെടെയുള്ളവർ ആ നിലപാടിന് എതിരായി നിൽക്കുന്നു എന്നതുകൊണ്ട് അതിനെ എതിർക്കേണ്ടതെന്നൊരു ചിന്ത കണ്ണൂരിലെ വോട്ടർമാർക്കുണ്ട്. തീർത്തും അവർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്ന അവരുടെ ഓരോ രാഷ്ട്രീയ നിലപാടുകളും വിലയിരുത്തിക്കൊണ്ടാണെന്നാണ് നമുക്ക് ഈ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. എക്സാക്ട്ലി. ഞാൻ എത്താമെങ്കിൽ ഞാൻ പാനലിലേക്ക് നോക്കും. പാനൽ അവിടെ പോകുമ്പോഴേക്കും അവിടെ എന്താ രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്ന വോട്ടർമാരോട് LDF പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രചരണ വാക്യം, ഞാൻ മുൻപ് ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ഇവിടെ രാഷ്ട്രീയം പറയാം എന്ന് പറഞ്ഞ ചർച്ചകളൊക്കെ സജീവമായി കേട്ടൊരു വാദമാണ്. ആ വാദം കണ്ണൂർ മുഖവിലക്കെടുക്കുമെന്ന് കരുതണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം ഇക്കാര്യത്തിലേ? ഇപ്പോൾ ഇവിടെ ഹാഷ്മി പറഞ്ഞൊരു കാര്യം ഗോപി, അവിടെ രാഷ്ട്രീയമാണ് പ്രധാനം. ഒരുപക്ഷെ രാഷ്ട്രീയം ഒരു മതമാണ്. അവിടെ ശരിക്കും രാഷ്ട്രീയമാണ് മതം. ഒരുപക്ഷെ നമ്മൾ പറയുന്ന മതത്തേക്കാൾ ക്രിസ്ത്യാനി, മുസ്ലിം, ഹിന്ദു എന്നൊക്കെ പറയുന്നതിനേക്കാളും അവിടെ രാഷ്ട്രീയമാണ് മതം. പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പൊളിറ്റിക്കലി ഏറ്റവും വോൾട്ടേജുള്ള മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണൂരാണെന്ന് ഞാൻ പറയും. കാരണം അത്രമാത്രം പൊളിറ്റിക്കലി ഡിവൈഡ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകം 36% പേരാണ് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ മികവ് 20 എന്ന് വെച്ചാൽ 56% പേര് ഈ രണ്ട് ഫാക്ടേഴ്സിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അത് മാത്രമല്ല അവിടെ ഒരു പടി കൂടി കടന്നിട്ട് അവർ രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ മുന്നണി വെല്ലുവിളിയാകും എന്ന് അവിടെ ഭൂരിപക്ഷം പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോറായിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഇപ്പൊ താങ്കൾ പറഞ്ഞത് രാഷ്ട്രീയ മതമായി പരിഗണിക്കാവുന്ന ഒരു മണ്ഡലമാണ്, അല്ലെങ്കിൽ വളരെ പൊളിറ്റിക്കലി ഹൈ വോൾട്ടേജ് ആണ് കണ്ണൂരിൽ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത് അവിടെ കരുത്തനായ ആൾ ആരാണ് എന്ന ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. കാരണം കെ സുധാകരൻ സിറ്റിംഗ് MP, KPCC അധ്യക്ഷൻ അവിടെ മത്സരിക്കുന്നു. കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂരിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കെ സുധാകരനാണ്. ആ കെ സുധാകരനാണോ അദ്ദേഹത്തിന്റെ നിഴലാണോ ഇത്തവണ അവിടെ സ്ഥാനാർത്ഥി എന്ന ചോദ്യമുണ്ട്. MV ജയരാജനെ പോലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആൾ എതിരാളിയായിട്ട് വരുന്നു. ധർമ്മടത്ത് പിണറായി വിജയനെ നേരിടാൻ എത്തിയിരുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ആളാണ് ഇപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥിയായി C. രഘുനാഥ് അവിടെ വരുന്നത്. അപ്പോൾ കണ്ണൂരിൽ ഇത്തവണ കരുത്തനാര് എന്നൊരു ചോദ്യമല്ലേ കണ്ണൂരിലെ വോട്ടർമാർക്ക് മുന്നിൽ ഉണ്ടാകാൻ പോകുന്നത്? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇതിലെല്ലാം ഈ പറഞ്ഞ രാഷ്ട്രീയം ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നുണ്ട്. പൗരത്വ നിയമ ഭേദഗതി 70% ആളുകളും സ്വാധീനിക്കുമെന്ന് പറയുന്ന ഇടമാണ് കണ്ണൂർ. അത് ആർക്കനുകൂലമാകും എന്നൊക്കെയുള്ള ചോദ്യം അവിടെ ഇല്ലേ? പിന്നെ ഈ പറഞ്ഞതുപോലെ നേരത്തെ ആഷ്മി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട്, BJP-യിലേക്ക് പോകാൻ ക്ഷണം കിട്ടിയിട്ടുണ്ട് എന്നതൊക്കെ കെ സുധാകരൻ ഇത്തവണ വെല്ലുവിളി നിറയുന്ന എന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് നമ്മൾ പരിശോധിച്ച 4 ക്വസ്റ്റ്യൻ വെച്ചിട്ട് കണ്ണൂരിനെ വിലയിരുത്താറായിട്ടില്ല. പകരം ഹാഷ്മി ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ BJP ബന്ധം ഉയർത്തി CPM ഏറ്റവും അധികം UDF-നെ ആക്രമിക്കുന്ന ഒരു മണ്ഡലം കണ്ണൂർ തന്നെ ആയിരിക്കും. അതിൽ 2 കാരണമുണ്ടോന്ന് ഞാൻ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറയുന്നതും, മറ്റൊന്ന് വേണമെന്ന് തോന്നിയാൽ ഞാൻ BJP-യിലേക്ക് പോകും എന്ന് ഓപ്പണായി ഒരു കോൺഗ്രസ് നേതാവ്, അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ തന്നെ പറയുകയും ചെയ്തു. ആ രണ്ട് പ്രസ്താവനകൾ അവിടെ വലിയ ചർച്ചയാകുന്നുണ്ട് കണ്ണൂരിൽ. അതിൽ മണ്ഡലത്തിലെ അടിയൊഴുക്കുണ്ട്. അതിൽ എന്താണ് BJP വോട്ടുകൾ അതിൻ്റെ ഭാഗമായി സുധാകരനിലേക്ക് എത്തുമോ? സോഫ്റ്റ് BJP എന്ന BJP ബന്ധുക്കൾ എന്ന് നമ്മൾ പറയുന്ന പാർട്ടി ബന്ധുക്കൾ എന്നൊക്കെ പറയാറുള്ളത് പോലെ അത്തരം വോട്ടുകൾ സുധാകരനെ സമാഹരിക്കാൻ കഴിയുമോ? ഇതിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ BJP ബന്ധം വ്യക്തമായ സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ അദ്ദേഹത്തിൽ നകന്നു പോകും. ഇതൊക്കെയാണ് അവിടുത്തെ ഏറ്റവും വലിയ അടിയൊഴുക്ക്. അതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ രാഷ്ട്രീയം അവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നു. 36 എന്ന് പറയുന്നതിൻ്റെ ആ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഒന്ന് സുധാകരൻ ക്ലെയിം ചെയ്ത BJP ബന്ധം, സുധാകരൻ ക്ലെയിം ചെയ്ത ശാഖയ്ക്ക് കാവൽ നിൽക്കൽ, ഇത് രണ്ടും തന്നെ ഉണ്ട്. അത് എങ്ങനെ ബാധിക്കുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അതേസമയം സുധാകരന് വളരെ ഗുണകരമായിട്ടുള്ള പിരിക്കൂർ, പേരാവൂർ പോലെയുള്ള മലയോര മേഖലകളിൽ കോൺഗ്രസിനുള്ള പിന്തുണ, സുധാകരനുള്ള പിന്തുണയൊക്കെ ഒരുപക്ഷെ ഇത്തവണ അവിടെ ഈ പറയുന്ന ഈ വന്യമൃഗ സംഘർഷം ആരാണ് അതിനൊക്കെ ഉത്തരവാദി അവർ കാണുന്നതെന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കണ്ണൂരിൽ കഴിഞ്ഞ തവണ സുധാകരൻ ഇത്ര ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് ആരും വിചാരിച്ചിരുന്നത്. 94,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് പി കെ ശ്രീമതി ടീച്ചറെ തോൽപ്പിച്ചത്.
സുധാകരനെ സംബന്ധിച്ചിടത്തോളം അല്ല അതിലെന്താണ് അത്ഭുതം? അത് വയനാട് എഫക്ട് ഉണ്ടല്ലോ അവിടെയും കണ്ണൂർ. ഉണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെ രാഹുൽ ഗാന്ധി ഫ്രഷ് സ്ഥാനാർത്ഥിയായിട്ട് വന്നതിന്റെ ശബരിമലയുടെ ഒക്കെ ഇത് കിട്ടിയിട്ടുണ്ട് 94,000-ലെത്താൻ. ആ തരത്തിലേക്കുള്ള ഒരു എന്താ പറയുക, നേരത്തെ സുധാകരൻ വന്നപ്പോൾ ഒരു ആവേശം ഇപ്പൊ ഇല്ല എന്നുള്ളത് ശരിയാണ്. ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വിലയിരുത്തുമോ എന്ന ചോദ്യത്തിന് 70% ആളുകൾ വിലയിരുത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ അതിൽ ഘടകമാണ്. അപ്പൊ മലയോര പ്രതികൂലമായി മാറും. അത് സർക്കാരിനെ ബാധിക്കുമെന്നാണ് തോന്നുന്നത്. അല്ല, സുധാകരന് പഴയ ഗ്ലാമർ ഇല്ല എന്നുള്ളത് തന്നെയല്ല ജെയിംസ്, ഈ വയനാട് അദ്ദേഹം വ്യക്തിപരമായി മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആളല്ല, ഹൈക്കമാൻഡ് ഉന്തിയിറക്കിയ ഒരു കാൻഡിഡേറ്റ് ആണ് സുധാകരൻ എന്നതാണ് വസ്തുത. നമുക്കറിയാമല്ലോ. പക്ഷേ സുധാകരന് പകരം വെക്കാൻ കണ്ണൂരിൽ വേറെ ആരെന്നുള്ള ചോദ്യം അവരുടെ മുന്നിലുണ്ട്. നിർബന്ധിച്ചിറക്കുക എന്ന് പറഞ്ഞാൽ കെ സുധാകരന് പകരം അവിടെ നിൽക്കാൻ, കണ്ണൂരിൽ നിൽക്കാൻ പറ്റുന്ന ഒരു UDF കാൻഡിഡേറ്റ് ആരാണെന്നുള്ള നമ്മളുടെ 4 മാസം മുമ്പ് നടന്ന സർവേയിൽ വലിയ ആന്റി ഇൻകുമൻസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രസൻസ് ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള വിമർശനം പറയുമ്പോ ഇപ്പൊ സമീപ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ വരെ അടുത്ത 17 ദിവസം ചർച്ചയാവും. അവിടെ കണ്ണൂര് ബോംബ് പൊട്ടിയിരിക്കുന്നു. അതൊരു സംഭവമാണ്. കേരളത്തിലെ ജനങ്ങൾ പൊതുവെ സമാധാനം കാക്ഷിക്കുന്നവരാണ്. കണ്ണൂർ പോലുള്ള CPM പോലുള്ള ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവിടെ ബോംബ് പൊട്ടി എന്നുള്ളത് ഞാൻ CPM-ലെ പല ഉന്നതരായിട്ടുള്ള ആൾക്കാർ സംസാരിച്ച് പറഞ്ഞു, ഗതികേട് സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. കാരണം അവരാരും പാർട്ടി നേതാക്കൾ പറഞ്ഞിട്ടല്ലല്ലോ അണികൾ ബോംബുണ്ടാക്കി പൊട്ടിക്കുക. പക്ഷെ അതൊരു രാഷ്ട്രീയമായിട്ട് പഴയകാല ബോംബ് രാഷ്ട്രീയത്തിലേക്കുള്ള ഓർമ്മകളിലേക്ക് കണ്ണൂരിലെ മാത്രമല്ല കെ സുധാകരന് പഴയ പ്രഭാവം ഉണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന് പഴയ പ്രഭാവം, പഴയ സ്വാധീനം ആ മണ്ഡലത്തിൽ ഉണ്ടോ? അദ്ദേഹത്തിന് കരുത്തനായ കെ സുധാകരന്റെ നിഴലാണ് ഇത്തവണ മത്സരിക്കുന്നത് പഴയ സുധാകരന്റെ ഗ്ലാമറോ ആ തരത്തിലുള്ള ശക്തിയൊപ്പ് സുധാകരനുണ്ടോ എന്ന കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, MV ജയരാജൻ ഒരുപക്ഷെ കണ്ണൂരിലെ 4-5 CPM നേതാക്കൾ എടുത്താൽ അത്ര സ്ട്രോങ് ആയിട്ട് അഗ്രസീവായിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ കഴിയുന്ന വീഴാനുള്ള ഒരു ഒറ്റ വോട്ട് പോലും പുറത്തേക്ക് പോകില്ല MV ജയരാജനാണ് മത്സരിക്കുന്നെങ്കിൽ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കുക എന്നതൊക്കെ നമ്മൾ ഇതൊരു തീ പാറുന്ന പോരാട്ടമാണ് എന്നുള്ള ആഷ്മി 4 ചോദ്യങ്ങൾക്കാണ് നമ്മൾ മറുപടി കണ്ടത്. ഇനി 6 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. എന്താണ് ജനങ്ങൾ പറയുന്നത്? എക്സാക്ട്ലി ഇതാ ജൂലി നവമി പറയുകയാണ് ജയരാജൻ ജയിക്കുമെന്ന് പറയുന്നു. റിജു ഗോപാലൻ പൊട്ടിക്കട എന്ന് പറയുന്നു. അതാ ഇവിടെ കണ്ണൂരിൽ ഞെട്ടും എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. കണ്ണൂരിൽ ഞെട്ടും എന്ന് വേറൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രേക്ഷകർ സജീവൻ നമുക്ക് കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഇക്കുറി മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള വലിയ പോരാട്ടത്തിൻ്റെ നമ്മളവിടെ ഇവിടെ രാഷ്ട്രീയം പറയാൻ പരിപാടിക്ക് പോകുമ്പോഴൊക്കെ വലിയ പോരാട്ടത്തിൻ്റെ പ്രതീതി. ജില്ലാ സെക്രട്ടറി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ അരയും തലയും മുറുക്കിയ ഒരു സംഘടനാ സംവിധാനം ഒന്നാകെ ഒരു കടലിരമ്പം പോലെയൊക്കെ നിൽക്കുന്ന ഒരു സംഗതി അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി ചോദ്യങ്ങളിലേക്ക് കൂടി പോവുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ചോദ്യം മറുപടി വളരെ മികച്ചതെന്ന് പറയുന്നവർ 4.7% ആളുകളാണ്, മികച്ചതെന്ന് പറയുന്നവർ 6.1% ആളുകളാണ്, ശരാശരിയാണ് ആവറേജ് ആണെന്ന് പറയുന്നവർ 33.7%, മോശമെന്ന് പറയുന്നു 24.7%, വളരെ മോശം മഹാമോശം ദ വെസ്റ്റ് എന്ന് പറയുന്നവർ 30.8 ആളുകൾ പറയുന്നു ഈ കേന്ദ്ര സർക്കാർ മഹാമോശം സർക്കാരാണെന്ന് പറയണം. ഓക്കെ, 6ാം ചോദ്യം, പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ? ഉണ്ട് എന്ന് വലിയ വായിൽ പറയുന്ന 42.6% ആളുകൾ കണ്ണൂരിൽ, ഇല്ല എന്ന് പറയുന്നവർ 18.7 ഉണ്ട്, ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നവർ 38.7. അത് അവിടെയും ഒരു സംശയം. കണ്ണൂർ പോലെ ഒരു ഹൈലി പൊളിറ്റിക്കൽ മണ്ഡലത്തിൽ മറ്റേതെങ്കിലും വിഷയത്തിനപ്പുറം ഹാർഡ് കോർ രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന, ഹാർഡ് കോർ രാഷ്ട്രീയം വിശ്വസിക്കുന്ന, അഗ്രസീവായി അതിനുവേണ്ടി ഏതറ്റം വരെ നിലനിൽക്കുന്ന മനുഷ്യരുള്ള കണ്ണൂരിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നൊരു അപ്പൊളിറ്റിക്കൽ മറുപടി 38.7 വരുന്നത് എന്ന് നമുക്ക് അഖിൽ സുരേഷ് അടുത്ത ഉറപ്പായും ചോദിക്കാം. ഓക്കെ, 7ാം ചോദ്യം, കേരളത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ നേതാവായിരുന്ന ചോദ്യത്തിന് അതെന്താണ്? 49.5%. അത് സ്വാഭാവികമാണ്. കണ്ണൂരാണ്. അവിടെ നിയമസഭാ സെഗ്മെന്റിൽ കണ്ണൂരിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. 49.5. അപ്പോഴും അത് 50% കടക്കുന്നില്ല. പിണറായി വിജയൻ എന്ന് പറയുന്നവർ 49.5 അത് VD സതീശനാണെന്ന് പറയുന്നവർ 22.3%. അതല്ല, രമേശ് ചെന്നിത്തല എന്ന് പറയുന്നവർ 16.5, കെ സുരേന്ദ്രൻ ഇവിടെ ഉണ്ട് വോട്ട് 5.9%, പി മുരളീധരൻ 2.9, MV ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ കണ്ണൂർ പോലെ ഒരു പാർട്ടിക്കോട്ടയിൽ MV ഗോവിന്ദന് കിട്ടുന്ന റേറ്റിംഗ് 3.5% എന്നുകൂടി ഓർക്കണം. അപ്പോഴും പിണറായി വിജയൻ ബഹുഭൂരിപക്ഷം മുന്നിൽ 49.5% കണ്ണൂരിലും പിണറായി വിജയൻ തന്നെ പോപ്പുലർ ലീഡർ. 8ാം ചോദ്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദേശീയ രാഷ്ട്രീയ നേതാവാണെന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി എന്ന് പറയുന്നവർ 10.8% ഉള്ളൂ. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നവരാണ് ബഹുഭൂരിപക്ഷം 53.5, 53.5, 50% മുകളിൽ പറയുന്നു. രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹൃദയത്തോട് ചേർക്കുന്ന നേതാവെന്ന് കണ്ണൂരുകാർ പറയുന്നത് 53.5. അതല്ല, സീതാറാം യെച്ചൂരിയാണെന്ന് പറയുന്നവർ 27% ഉള്ളൂ കണ്ണൂരിൽ.
മമതാ ബാനർജി എന്ന് പറയുന്നുണ്ട് 2.6%. അഖിലേഷ് യാദവ് എന്ന് പറയുന്നവർ ആരും പറയുന്നില്ല, അഖിലേഷ് യാദവിന് ഇഷ്ടമാണെന്ന് പറയുന്നില്ല. സ്റ്റാലിൻ അവിടെ നോക്കൂ 6.1%. ഒന്നാണ് ഓരോരോ മണ്ഡലങ്ങൾ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കേരളത്തിൽ സ്റ്റാലിൻ്റെ ഗ്രാഫ് അങ്ങനെ ഉയരുന്ന കാഴ്ചയാണ്. എന്ന് പറഞ്ഞാൽ കേരളം ഇഷ്ടപ്പെടുന്ന ദേശീയ നേതാക്കളിൽ പ്രധാനിയായ ഒരാൾ നിൽപ്പുണ്ട്, അത് MK സ്റ്റാലിനാണ്. അപ്പോൾ അത് കലൈഞ്ചറുടെ മകനാണ് എന്നുകൂടി അറിയിക്കുകയാണ്. ഓക്കെ, 9th ക്വസ്റ്റ്യൻ. ഇന്ത്യ മുന്നണി കേന്ദ്രത്തിൽ BJPക്ക് വെല്ലുവിളിയാകുമോ എന്ന ചോദ്യത്തിന് വെല്ലുവിളിയാകുമെന്ന് പറയുന്നവർ 35.5, വെല്ലുവിളിയാകില്ലെന്ന് പറയുന്നവർ 33.1, നിലപാടില്ലെന്ന് പറയുന്നവർ 31.4. അപ്പോൾ അവിടെ വെല്ലുവിളിയാകും എന്ന് പറയുന്നവർക്ക് തന്നെയാണ് എണ്ണ കൂടുതൽ. അത് സ്വാഭാവികമാണെന്ന് തോന്നുന്നു. കണ്ണൂരാണ് ഈ പറയുന്ന CPM-നും കോൺഗ്രസിനും അതിശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ണാണ്. BJPക്ക് വോട്ടുണ്ടെങ്കിലും BJP ഇലക്ഷനിലേക്ക് ആ വോട്ട് അങ്ങനെ പ്രതിഫലിച്ച് നമ്മൾ കാണാറില്ല. അപ്പോൾ എന്തായാലും അവിടെ വെല്ലുവിളിയാകും എന്ന് അടിയുറച്ച് പറയുന്നവർ 35.5. ഓക്കെ, 10ാം ചോദ്യം. രാജ്യം ആര് ഭരിക്കുമെന്ന ചോദ്യം. പക്ഷേ NDA എന്ന് പറയുന്നവർ 39.2. അതേസമയം ഇന്ത്യ സഖ്യം ഭരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നവർ തൊട്ടു പിന്നിൽ തന്നെയാണ് 38.7% ആളുകൾ. മറ്റുള്ളവരെന്ന് പറയുന്ന 1.8. എന്നാൽ ഇതിലിപ്പോൾ ഞാനൊരു സ്റ്റേക്ക് പിടിക്കാനില്ല, ഒരു പക്ഷം പിടിക്കാനില്ല. അതിൽ എന്തും സംഭവിക്കാം. ചിലപ്പോൾ ഇന്ത്യ കയറി വന്നേക്കാം, NDA അട്ടിമറിച്ചേക്കാം എന്നൊക്കെ സന്ദേഹികളായ മനുഷ്യർ ഇപ്പോൾ നിലപാട് പറയാൻ താല്പര്യമെന്ന് പറയുന്നവർ 20.3. അവിടെ ഇന്ത്യ NDA സഖ്യത്തിന് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു കണ്ണൂരിലെ വോട്ടർമാരുടെ മനസ്സിലൊക്കെ. മുമ്പ് കോർത്ത് വമ്പന്മാർ, കണ്ണൂരിൽ കരുത്തനാര്. 24 ഇലക്ഷൻ അഭിപ്രായ സർവേ. അപ്പോ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ KPCC അധ്യക്ഷനും ജില്ലാ സെക്രട്ടറിയും അങ്ങനെ നേർക്കുനേർ പോരാട്ട പുലുകളെ പോലെ ഇങ്ങനെ മുഖാമുഖം നിന്ന് ഏറ്റുമുട്ടുമ്പോൾ, അവിടെ വലിയ ദ്വന്ദ്വയുദ്ധം പോലുള്ള യുദ്ധം തന്നെ അക്ഷരാർത്ഥത്തിൽ നടക്കുമ്പോൾ അവിടെ ആർക്കാണ് മേൽക്കൈ എന്ന ചോദ്യം അതിപ്രധാനമാണ്. അതിനു മുൻപ് ഞാൻ അഖിൽ സുരേഷേക്ക് തോന്നുന്നു. അഖിൽ, അവിടെ കണ്ണൂർ ഇക്കുറിയും സമാനതകളില്ലാത്ത വലിയ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ നിയമസഭാ സെഗ്മെന്റിൽ വലിയ ഭൂരിപക്ഷം എന്ന് പറയുമ്പോഴും കോൺഗ്രസിനോട് ലോക്സഭയിൽ കൃത്യമായ മേൽക്കൈ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇക്കുറിയും ഒരു ടൈറ്റ് ഫൈറ്റിന്റെ ഫീൽ തന്നെയല്ലേ? 10 ചോദ്യങ്ങൾ 10 ഉത്തരങ്ങൾ. സംസ്ഥാനത്ത് ഏറ്റവും അധികം ശക്തമായ മത്സരം നടക്കുന്ന ആറ്റിങ്ങൽ, പത്തനംതിട്ട പോലെ മറ്റൊരു ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ. കണ്ണൂരിൽ നമ്മൾ സാമ്പിൾ സ്വീകരിച്ചത് കണ്ണൂർ, അഴീക്കോട്, പേരാവൂർ, തളിപ്പറമ്പ എന്നീ 4 മണ്ഡലങ്ങളിൽ നിന്നാണ്. അതായത് തളിപ്പറമ്പ മണ്ഡലം മാത്രമാണ് LDFന് വലിയ മേൽക്കൈ ഉണ്ട് എന്ന് നമുക്ക് ഈ സാമ്പിൾ ശേഖരിച്ച മണ്ഡലത്തിൽ അവകാശപ്പെടാം. ബാക്കി 3 മണ്ഡലങ്ങളും LDFനും UDFനും, അതിൽ പേരാവൂർ മണ്ഡലം UDF കാലാകാലമായി ജയിച്ചു വരുന്ന ഒരു മലയോര മേഖലയാണ്. അവിടെ സണ്ണി ജോസഫ് വളരെ കാലങ്ങളായി ജയിച്ചു വരുന്നു. നമ്മുടെ KK ശൈലജ ടീച്ചർ അവിടെ പരാജയപ്പെട്ട ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ മണ്ഡലങ്ങളുടെ സാമ്പിൾ പരിശോധിക്കുമ്പം ഇതിൽ LDFന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ഒരു മേധാവിത്വം കൊടുക്കുന്ന മണ്ഡലം തളിപ്പറമ്പ് മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പാർട്ടി അല്ലെങ്കിൽ LDFന് ഏറ്റവും അധികം വോട്ടുകൾ ഈ കണ്ണൂർ ലോക്സഭയിലേക്ക് ലീഡ് ചെയ്യപ്പെടുന്ന മട്ടന്നൂർ, ധർമ്മടം പോലെയുള്ള മണ്ഡലങ്ങൾ നമ്മൾ ഈ സാമ്പിൾ പരിശോധനയിൽ നിന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തു തന്നെ ആയാലും നമുക്ക് വളരെ ശക്തമായ ഒരു മത്സരം അവിടെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സർവേയിൽ പങ്കെടുത്തവരുടെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ UDFിൽ തന്നെയാണെങ്കിലും K സുധാകരൻ മത്സരിക്കുന്നു അവർ കരുതിയില്ല. ഒപ്പം തന്നെ സർപ്രൈസായ ഒരു സ്ഥാനാർത്ഥിയായി MV ജയരാജൻ അവിടെ വന്നു. അപ്പോൾ ഇടത് അനുഭാവികളിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു സ്ഥാനാർത്ഥിയാണ് അവിടെ എത്തിയത് എന്ന് അവർ നമ്മളോട് ഈ സർവേയിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ തികച്ചും പൊളിറ്റിക്കലി ഇപ്പം ആഷ്മി സൂചിപ്പിച്ച പോലെ EDയുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ 6 മാസം മുമ്പ് കണ്ണൂരിൽ ചോദിച്ചപ്പം അത് 28-30% ഇപ്പോൾ 48 എത്തിയിട്ടുണ്ട്. അപ്പോൾ അതായത് രാഷ്ട്രീയപരമായി വേട്ടയാടുന്നുണ്ട് എന്ന് പറയുന്നവരുടെ എണ്ണത്തിൽ വർധനം ഉണ്ടായിട്ടുണ്ട്. അത് മറ്റ് വലിയൊരു ഭൂരിപക്ഷം പറയുന്നില്ല എങ്കിലും നമ്മൾ 6 മാസം മുമ്പ് നടത്തിയ സർവേയിൽ അത് 28 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 48 എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് അവർ കേന്ദ്രത്തെയാണ് പഴി പറയുന്നത്. മണ്ഡലത്തിലെ വോട്ടർമാർ ഒരു ഇടത് സ്വഭാവം കാണിക്കുമ്പോഴും നമുക്കിതിന് മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ലോകസഭയിലെ ഒരു പ്രത്യേക വോട്ടിംഗ് പാറ്റേൺ, നിയമസഭയിലേക്ക് ഒരു പ്രത്യേക വോട്ടിംഗ് പാറ്റേൺ സ്വീകരിക്കുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിധി നമുക്ക് ഫൈനലായിട്ട് അങ്ങനെ അല്ലാത്തൊരൊറ്റ മണ്ഡലമേ ഉള്ളൂ, മലപ്പുറമാണ്. അത് നിയമസഭാ പാറ്റേൺ ആവട്ടെ, ലോക്സഭാ പാറ്റേൺ ഒറ്റ പാറ്റേൺ. ഞാൻ പാനലിലേക്ക് തോന്നുന്നു. പാനൽ, ഞാൻ അവിടെ നമ്മുടെ ഇവിടെ രാഷ്ട്രീയം പറയാൻ പരിപാടിക്ക് കണ്ണൂർ പോകുമ്പോൾ എന്തായാലും നമ്മുടെ പരിപാടി വൈകിട്ടാണ്. അപ്പോൾ രാവിലെ മുതൽ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് വെറുതെ ഇറങ്ങി നടന്നു. ഹോട്ടലുകളിലും കടകളിലൊക്കെ വെറുതെ ചോദിച്ചു, ചേട്ടാ ആർക്കാ വോട്ട് എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. 20 പേരോടും ചോദിച്ചു. 10 പേർ പറഞ്ഞത് K സുധാകരൻ ജയിക്കുമെന്നാണ്, 10 പേർ പറഞ്ഞത് MV ജയരാജൻ ജയിക്കുമെന്നാണ്. കട്ടയ്ക്ക് ഫൈറ്റാണ്, ഒരു തർക്കം അക്കാര്യത്തില്ല. പാനൽ, ഇത്തവണ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം കുറെ കൂടി കനത്തതാകുമെന്ന കാര്യത്തിൽ ഹാഷ്മി ഈ പറഞ്ഞതുപോലെ, ഹാഷ്മിയോട് സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ തന്നെ, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പോലെ തന്നെ നമുക്ക് അതിനെ ശരിവെക്കാവുന്നതാണ്. നേരത്തെ അഖിൽ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മനസ്സ് നമുക്ക് ഈ അഭിപ്രായ സർവേയിൽ കണ്ണൂരിലെ ജനങ്ങളുടെ രാഷ്ട്രീയ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്.
ഈ പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസി വേട്ടയാടുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അവർ നൽകിയിട്ടുള്ള മറുപടി അത് 42.6% ആളുകൾ അതിന് അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ്. പിണറായി വിജയന് കിട്ടുന്ന പിന്തുണ, അതോടൊപ്പം ഇന്ത്യ മുന്നണി, എന്നാൽ ഇന്ത്യ സഖ്യം അത് അധികാരത്തിൽ വരാനുള്ള സാധ്യത അല്ലെങ്കിൽ BJPക്ക് വെല്ലുവിളിയാകും എന്ന് കൂടുതൽ പേർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. NDAക്കൊപ്പം തന്നെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഇന്ത്യ കൂട്ടായ്മയ്ക്ക് രാജ്യത്ത് അധികാരത്തിൽ വരാനുള്ള സാധ്യതയും കണ്ണൂരിലെ ജനങ്ങളുടെ അഭിപ്രായത്തിൽ. പക്ഷേ നമുക്കറിയാം, നേരത്തെ അഖിൽ പറഞ്ഞതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേണും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണ്ണൂർ മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേണും രണ്ടും രണ്ടായി തന്നെ നമ്മൾ പരിഗണിക്കണം. അതുകൊണ്ട് അത് എല്ലാ കാലത്തും UDFന് അല്ലെങ്കിൽ ഭൂരിപക്ഷം സമയങ്ങളിലും UDFന് അനുകൂലിക്കുന്ന ഒരു ചരിത്രമാണ് കണ്ണൂരിനെ സംബന്ധിച്ചുള്ളത്. ഇക്കുറി അതുകൊണ്ട് തന്നെ അതേസമയം രാഷ്ട്രീയമായ ചില സവിശേഷതകളുണ്ട്. കാരണം മുഖ്യമന്ത്രി റെപ്രസെന്റ് ചെയ്യുന്ന ധർമ്മടം, അതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന തളിപ്പറമ്പ്, ഈ നിയോജക മണ്ഡലങ്ങളൊക്കെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ സവിശേഷതയുണ്ട്. അവർക്ക് വെക്കാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി MB ജയരാജനെ പോലെ ജില്ലാ സെക്രട്ടറി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയുടെ കേഡർ വോട്ടുകൾ ഒന്നുപോലും ചോർന്നു പോകാത്ത തരത്തിൽ നേരത്തെ വിജയനൊക്കെ സൂചിപ്പിച്ചതുപോലെ പാർട്ടി സംവിധാനം, അതിന്റെ മെഷീനറി ഏറ്റവും ഫലപ്രദമായ രീതിയിൽ കണ്ണൂരിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ K സുധാകരന് പഴയ പ്രതാപത്തോടു കൂടി വിലസാൻ കഴിയുമോ? ആ ഒരു സ്വാധീനം കണ്ണൂരിലെ വോട്ടർമാർക്കിടയിൽ K സുധാകരൻ എന്ന സിറ്റിംഗ് MPക്ക് ഇപ്പോഴുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമായിരിക്കും. രാഷ്ട്രീയ മനസ്സാണ് കണ്ണൂരിനുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ K സുധാകരനെ ആ നിലയിൽ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ കണ്ണൂരിലെ ജനങ്ങൾ ഇത്തവണ തയ്യാറാകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെയാണ് ഏറ്റവും ശക്തനായ ഒരു എതിരാളിയായി MB ജയരാജൻ അവിടെ നിൽക്കുന്നത്. എന്താണ് PP ജെയിംസ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും ഇക്കാര്യത്തില് എനിക്ക് തോന്നുന്നു CPMന് ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ പാർട്ടിയിലെ പല സമവാക്യങ്ങൾ വെച്ച് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് MV ജയരാജൻ. അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിലും അവിടുന്ന് ഉയർന്നു വരുന്ന ഇപ്പോൾ കോടിയേരിയുടെയൊക്കെ അസാന്നിധ്യത്തിൽ ഇപ്പോൾ പാർട്ടിക്ക് ഏറ്റവും ശക്തമായിട്ട് എല്ലാവരുമായിട്ട് വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുന്ന, പാർട്ടി കാഡറിനുള്ളിൽ നേരിട്ട് ചെന്ന് ആജ്ഞാശക്തിയോടെ സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവിനെയാണ് ഇറക്കാൻ കഴിഞ്ഞതെന്നുള്ളത് വലിയ നേട്ടമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം ഇപ്പം സമീപകാലത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ CPM എന്നുള്ള പാർട്ടിയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. കാരണം ബോംബ് രാഷ്ട്രീയം അത് ഈ സമയത്ത് പൊട്ടി വീഴുമെന്ന് ആരും കരുതിയിരുന്നില്ല. ഒരുപക്ഷെ അത് അബദ്ധത്തിൽ സംഭവിച്ചതാവാം, അല്ലാതെ ഉണ്ടാവാം. പക്ഷെ അതൊരു വലിയൊരു ചർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തിനിപ്പോൾ ബോംബുണ്ടാക്കി അത് പുറത്തേക്ക് വിൽക്കാനാണെന്നൊക്കെയുള്ള ആരോപണം വന്നെങ്കിലും സംഭവം ഇത് വല്ലാത്ത രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. പക്ഷെ അതിൽ ഒപ്പം ഏഴാമത്തെ ചോദ്യത്തിന് പറഞ്ഞ മറുപടി ശ്രദ്ധിക്കേണ്ടതാണ് ഗോപി. പിണറായി വിജയന് കണ്ണൂരിൽ 49.5% പിന്തുണയുണ്ടെന്ന് പറയുമ്പോൾ കേരളത്തില് ഇപ്പൊ മുഖ്യമന്ത്രി പാൻ കേരള ഇമേജ് ഉള്ള ആളാണ്, പക്ഷെ ജനപ്രിയ നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ളത് കണ്ണൂർ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിലാണ്. അത് അത്ഭുതമൊന്നുമല്ല, പക്ഷെ അതൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. കഴിഞ്ഞ സർവേകളിലൊക്കെ കിട്ടിയതിനേക്കാൾ കൂടുതൽ ശതമാനം പിണറായി വിജയനെ കണ്ണൂര് പിന്തുണയ്ക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ കൂടി ഒരു പിന്തുണ കൂടിയാവാം. കാരണം VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും കൂടി വരുന്നത് 39%. അപ്പോ പിണറായി വിജയൻ ഒറ്റയ്ക്ക് 10% വ്യത്യാസം നേതാവ് നിലയിൽ നേരത്തെ ഇതേ വാദം ഞാൻ ഇന്നലെ തിരിച്ചൊരു വാദം ഉന്നയിച്ചതാണ്. അതുകൊണ്ട് അനുകൂലമായിട്ട് അതല്ല, പാൻ കേരള ഇമേജ് ഉണ്ടെന്ന് താങ്കൾ തന്നെ പറഞ്ഞു. ഇപ്പൊ അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ല, പക്ഷെ അത് അല്ലല്ല, അത് കണ്ണൂര് വരുമ്പോ അത് കുറച്ചും കൂടി കൂടുതലാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. വേറൊരു കാര്യം കൂടി, നരേന്ദ്രമോദിക്ക് ഏറ്റവും കുറവ് ഇമേജ് അല്ലെങ്കിൽ പിന്തുണ കുറവുള്ള സ്ഥലവും കണ്ണൂരാണ്. നരേന്ദ്രമോദിക്ക് 10% വോട്ട് മാത്രമേ ഉള്ളൂ. മറ്റു സ്ഥലങ്ങളിലേക്ക് 20, ആവറേജ് 20, 22, 23 ഒക്കെ ഉള്ളിടത്ത് പൊളിറ്റിക്കലി, അതുകൊണ്ടാണ് പറഞ്ഞത് രാഷ്ട്രീയം അവിടെ മതമാണെന്ന് പറഞ്ഞത്. അവിടുത്തെ CPMും കോൺഗ്രസും, കോൺഗ്രസ് എത്രമാത്രം എതിർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ CPM വളരെ ശക്തമായിട്ട് നരേന്ദ്രമോദി എന്ന കാഴ്ചപ്പാടുള്ള ആളുകൾ ഏതാണ്ട് രാജ്യം ആര് ഭരിക്കും എന്നുള്ളതിന് ഏതാണ്ട് 39%-ലധികം ആളുകൾ തേങ്ങയോടൊക്കെ സ്വാമി എന്ന് പറയുന്നുണ്ട്. പ്രേക്ഷകർ തേങ്ങയോടൊക്കെ സ്വാമി എന്ന് പറയുന്നു. വെല്ലുവിളി ഞാൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. കണ്ണൂരിൽ വിധി നിർണ്ണയിക്കാൻ പോകുന്നത് അടിയൊഴുക്ക് തന്നെയാണ്. ആ അടിയൊഴുക്ക് എന്ന് പറയുന്നത് K സുധാകരന്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം സംബന്ധിച്ച് CPM ഉയർത്തുന്ന ആ പൊളിറ്റിക്കൽ സ്ലോഗൻ ഉണ്ടല്ലോ. ഈ KPCC അധ്യക്ഷൻ BJPയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നയാളായിരുന്നു, എനിക്ക് തോന്നിയാൽ ഞാൻ പോകും. ആ
പ്രസ്താവന ആ മണ്ഡലത്തിൽ ഉണ്ടാക്കുന്ന ചലനം രണ്ട് തരത്തിലാണ്. ന്യൂനപക്ഷ ഒന്ന് വോട്ടുകൾ. ന്യൂനപക്ഷ വോട്ടുകളെ അകറ്റും, അതെ. പക്ഷേ മറ്റൊന്ന് BJP വോട്ടുകൾ അല്ലെങ്കിൽ വോട്ടുകളെ കൊണ്ടുവരും. കൊണ്ടുവരും. ഈ രണ്ട് സാധ്യതകളുണ്ട്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ബോംബ് രാഷ്ട്രീയം ജെയിംസ് സാർ, അത് പാനൂർ എന്നത് എനിക്ക് തോന്നുന്നു വടകര മണ്ഡലത്തിന്റെ ഭാഗമാണ്. വടകരയാണ്. അത് വടകരയാണ് കൂടുതൽ കണ്ണൂര് വലിയ ചർച്ച ചെയ്യുന്നുണ്ട്. അത് വടകരയാണ് കൂടുതൽ ചർച്ചയാവുക. വടകരയിലെ സ്ഥാനാർത്ഥി അവിടെ സമാധാന സന്ദേശ യാത്രയൊക്കെ നടത്തി ഷാഫി അല്ല, പറഞ്ഞു. വടകരയാണെങ്കിലും പിന്നെ കണ്ണൂരിലാണ് അത് കൂടുതൽ അത് ചർച്ചയായിട്ട് എക്കാലത്തും വരുന്നത്. ചർച്ചയാണ്. പിന്നെ അതൊരു ഇക്കാലത്ത് പുതിയ ചർച്ചാ വിഷയമല്ല അതൊരു പുതിയ സംഗതി ഒന്നുമല്ല. ഇതിനെക്കാട്ടിൽ വളരെ വളരെ മോശമായ അവസ്ഥയിലൂടെ കണ്ണൂർ കടന്നു പോയിട്ടുള്ളതാണ്. അപ്പൊ മാത്രമല്ല അതൊക്കെ ആയിരിക്കുമോ ഇത്തവണ ജനവിധിയെ സ്വാധീനിക്കുക എന്നുള്ളത്? അതെ, പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ UDF ഒരു അപ്പർ ഹാൻഡ് എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതൊരു തീപാർന്ന മത്സരമാണ്. പ്രത്യേകിച്ച് ശരി, അപ്പോൾ ഹാഷ്മി തേങ്ങ ഉടയ്ക്കാം. ഇവിടെ കമന്റിലെ ഇവിടെ ധർമ്മടോ മട്ടന്നൂർ ഒഴിവാക്കിയെന്ന് 1-2 പ്രേക്ഷകർ പറയുന്നു. ഞാൻ ജസ്റ്റ് അഖിൽ സുരേഷ് അഖിൽ അധികം നീട്ടാതെ ബ്രേക്കിലേക്ക് പോകണം, അധികം നീട്ടാതെ അങ്ങനെ ഒഴിവാക്കി. ധർമ്മടോ മട്ടന്നൂർ ഒഴിവാക്കിയോ? ധർമ്മടവും മട്ടന്നൂരും നമ്മൾ ഒഴിവാക്കിയപ്പോൾ തന്നെ LDF എഡ്ജുള്ള തളിപ്പറമ്പ് മണ്ഡലവും UDF എഡ്ജുള്ള പേരാവൂർ മണ്ഡലം, അതായത് സ്ഥിരമായി UDF ജയിക്കുന്ന പേരാവൂരും LDF ജയിക്കുന്ന തളിപ്പറമ്പും. നമുക്കറിയാം കണ്ണൂർ ഇപ്പം കടന്നപ്പള്ളി രാമചന്ദ്രൻ 2-3 ടൈമായിട്ട് ജയിച്ചു വരുന്നു. അവിടെ LDF UDF മാറി മാറി ജയിക്കുന്ന സാഹചര്യമാണ്. അഴീക്കോടും അതാണ്. പ്രകാശം മാസ്റ്റർ ജയിച്ച മണ്ഡലമാണ്, KM ഷാജി ജയിച്ച മണ്ഡലമാണ്, ഇപ്പം KV സുമേഷ് ജയിച്ചിരിക്കുന്ന മണ്ഡലമാണ്. അപ്പം 2 മണ്ഡലങ്ങൾ ന്യൂട്രൽ, LDF UDF ഒരേപോലെ സ്വാധീനമുള്ള മണ്ഡലവും, ഒരു മണ്ഡലം LDF സ്വാധീനവും, ഒരു മണ്ഡലം UDF ആണ്. അതിൽ സാമ്പിളിംഗിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല. സാമ്പിളിംഗ് പക്കാണ്. ആര് ജയിക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് പുലികൾ, 2 വൻമരങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ ഏത് മരം വാഴും ഏത് മരം വീഴും. കുറച്ചുകൂടി ഒന്ന് കാത്തിരിക്കൂ, തേങ്ങയുടയ്ക്കാം. ചെറിയൊരു ബ്രേക്കിന് ശേഷം വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. തീപാറും കണ്ണൂരാണ് നമ്മൾ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് നമ്മൾ. 11ാം ചോദ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കാത്തിരിക്കുന്ന ചോദ്യം. ഈ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ദാ വരുന്ന മറുപടി. കെ സുധാകരൻ 45.5%, 45.5% ആളുകൾ കരുതുന്നു കെ സുധാകരൻ മണ്ഡലം നിലനിർത്തും. MV ജയരാജൻ 43.8, തൊട്ടു പിന്നിൽ 2% പോലും വ്യത്യാസം. തൊട്ടു പിന്നിൽ LDF സ്ഥാനാർത്ഥി കട്ടയ്ക്ക് കട്ട ഫൈറ്റ് കൊടുത്തോട് തൊട്ടു പിന്നിൽ 17-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോകുമ്പോൾ അട്ടിമറി ഉണ്ടാകുമോ എന്ന സംശയത്തിൽ പോലും ഉണ്ടാകുന്ന രീതിയിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി MV ജയരാജൻ തൊട്ടു പിന്നിൽ 43.8% നിൽക്കുന്നു. C രഘുനാഥ് 9.4%, ബഹുദൂരം പിന്നിൽ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഒരു വലിയ കഥയൊന്നും അവിടെ ഇല്ല. C രഘുനാഥ് 3ാം സ്ഥാനത്താണ്. 3ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ 9.4%, ബഹുദൂരം പിന്നിൽ. മറ്റുള്ളവർ 1.3. ഒരിക്കൽ കൂടി 45.5% വോട്ടുകളുമായി 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. മുന്നിൽ നിൽക്കുന്നു കെ സുധാകരൻ, KPC അധ്യക്ഷൻ 43.8%മായി. ബഹുദൂരം പിന്നിലല്ലാതെ തൊട്ടുരുമി കട്ടക്കി നിൽക്കുന്നു LDF സ്ഥാനാർത്ഥി MV ജയരാജൻ. NDA സ്ഥാനാർത്ഥി C രഘുനാഥ് 9.4%, ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാതെ ബഹുദൂരം പിന്നിൽ നിൽക്കുന്നു. മറ്റുള്ളവർ 1.3%. അപ്പോൾ കണ്ണൂരിൽ ഇക്കുറിയും KS ഇക്കുറിയും സുധാകരൻ മാറ്റമില്ല എന്നാണ് വോട്ടർമാർ നൽകുന്ന സൂചന. രാഹുൽ ഗാന്ധിയുടെ വരവുണ്ടാക്കിയത് ഒരു പൊളിറ്റിക്കൽ വോ ഫാക്ടറി ഇക്കുറി ഉണ്ടാകുമോ എന്ന സംശയത്തിലും ശബരിമല എന്നൊരു വിഷയത്തിന്റെ അഭാവത്തിലും ഇക്കുറിയും പാർട്ടിക്കോട്ടയുടെ മട്ടുപ്പാവിൽ പാറുന്ന ലോക്സഭാ കൂടി അത് കോൺഗ്രസ് പതാക എന്ന് പറയുന്നു സർവേ. RSS കാവൽ നിന്നോ എന്ന് പറയുന്ന നേതാവെന്ന I will go with BJP എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാരൻ എന്നൊക്കെ CPM പ്രചരണങ്ങൾ കണ്ണൂർ ലോക്സഭ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. എന്ന് പറയുമ്പോൾ പോലും 2% വ്യത്യാസം. ഇനിയുമുണ്ട് 17 നാളുകൾ, ഇനിയും വരാനുണ്ട് വിഷയങ്ങൾ. 2% രാഷ്ട്രീയക്കാറ്റ് തിരിഞ്ഞു വീശൽ അസാധ്യമല്ല കണ്ണൂരിൽ. കട്ടയ്ക്ക് കട്ട. അഖിൽ സുരേഷ്, ഇത് കട്ടയ്ക്ക് ഇഞ്ചോടിഞ്ചാണ്. ഇപ്പൊ കണ്ണൂരിലെ നമ്മൾ സാമ്പിളിംഗ് എടുത്ത ആ മണ്ഡലങ്ങളുടെ എന്താണ് കണക്ക് വെച്ച് നോക്കിയാൽ LDF മൃഗീയ ഭൂരിപക്ഷ സ്ഥലങ്ങളിൽ സാമ്പിൾ എടുക്കാതിരിക്കുക കൂടി ചെയ്യുമ്പോൾ ഈ 2% ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ട പ്രതീകമാണ്. തീർച്ചയായിട്ടും കണ്ണൂരിൽ അതിശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. നമ്മളിപ്പോൾ മുൻപ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും ശക്തമായ മത്സരം. 2 കരുത്തരായ സ്ഥാനാർത്ഥികൾ. ഇവിടെ മുമ്പ് ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും സൂചിപ്പിച്ചു, ഒരാൾ KPCC പ്രസിഡന്റായി ആണ് മത്സരിക്കുന്നതെങ്കിൽ മറ്റൊരാൾ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി മത്സരിക്കുന്നു. ഏറ്റവും വലിയ കരുത്തരുടെ 2 പോരാട്ടം, അതായത് മുതിർന്ന 2 നേതാക്കൾ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ഏറ്റവും ശക്തമായ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഉറപ്പായിട്ടും ഈ ലോക്സഭാ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ ആയിരിക്കും നിയമസഭ. നമുക്കറിയാം കേരളം എപ്പോഴും നിയമസഭയ്ക്കും ലോക്സഭയിലേക്കും 2 രീതിയിലാണ് വോട്ട് ചെയ്യുന്നത്. ലോക്സഭാ വോട്ടിംഗ് പാറ്റേണിലുണ്ടാകുന്ന അവസാന നിമിഷങ്ങളിലുണ്ടാകുന്ന വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള അണ്ടർ കറൻസും മാറ്റങ്ങളും എല്ലാം ഈ പൗരത്വ വിഷയം ഉൾപ്പെടെ പല കാര്യങ്ങളും ഈ പറയുന്ന LDF കെ സുധാകരനെതിരായിട്ടുള്ള പ്രചരണങ്ങൾ, അങ്ങനെ ഓരോ മൈന്യൂട്ട് ഫാക്ടേഴ്സും വിധി നിർണ്ണയിക്കുന്ന ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ. ഒരുപക്ഷെ വോട്ടെടുപ്പ് കഴിഞ്ഞു വോട്ട് എണ്ണുമ്പോഴും അവസാനം വരെയും നമുക്ക് ഒരു ചരിത്രം മുമ്പറിയാം. കെ സുധാകരൻ
ഞാൻ PK ശ്രീമതിയായി മത്സരിക്കുമ്പോൾ ഞാൻ ഇന്നും ഓർക്കുന്നു, അതിൻ്റെ വോട്ടെണ്ണുന്ന സമയത്ത് ഓരോ ഘട്ടവും ഇങ്ങനെ മാറി 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 വളരെ ചെറിയൊരു മാർജിൽ അന്ന് PK ശ്രീമതി ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതേപോലെ എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപന ദിവസം ഇഞ്ചോടിഞ്ച് നമ്മൾ വോട്ടെണ്ണൽ ദിവസം ഏറ്റവും അധികം ആകാംക്ഷയോടെ അവസാന വോട്ടെണ്ണൽ വരെയും ശ്രദ്ധിക്കേണ്ട മണ്ഡലമായിരിക്കും. പാലക്കാട് നമ്മൾ ശ്വാസമടക്കി കാത്തിരുന്ന പോലെ കണ്ണൂർ ശ്വാസമടക്കി കാത്തിരിക്കേണ്ടി വരും എന്ന തർക്കം. അവിടെ സി രഘുനാഥ് എന്ന് പറഞ്ഞ BJP കാൻഡിഡേറ്റിന് കോൺഗ്രസിൽ നിന്ന് വന്ന കാൻഡിഡേറ്റ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന അത് രഘുനാഥിന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ അവിടെ 10% വോട്ടിൽ കൂടുതൽ BJP നേടിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എന്ന് പറഞ്ഞാൽ RSSന് ശാഖയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും BJPക്ക് പരമാവധി ശതമാനം 10ആണ്. അത് ഇക്കുറിയും മാറ്റമില്ല. ഞാൻ പാനലിലേക്ക് പോകുന്നു. പാനൽ 2% മാത്രമാണ്. ആ ശതമാനത്തിൽ തന്നെ ഇടതുമുന്നണിയുടെ മൃഗീയ ഭൂരിപക്ഷം നൽകുന്ന കോട്ടകളിൽ നിന്ന് സാമ്പിൾ എടുത്തിട്ടുള്ളത് കൃത്യം ബാലൻസ്ഡ് ആയിട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ 17 നാൾ ബാക്കിയുണ്ടെന്ന് പറയുമ്പോൾ ഇനിയും വിഷയങ്ങൾ വരാനിരിക്കുമ്പോൾ 2% ഒരു ശതമാനമാണോ കണ്ണൂരിൽ? പാനൽ അതൊരു വലിയ 2% ഒരു വലിയ വിജയ ശതമാനമായി കെ സുധാകരന് കാണാൻ കഴിയുമെന്ന് എനിക്ക് അഭിപ്രായമില്ല ഹാഷ്മി. മാത്രമല്ല മുൻപ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ PK ശ്രീമതി ശ്രീമതിക്കുള്ളതിനേക്കാൾ ശക്തമായ ഒരു മത്സരം, ശ്രീമതിയേക്കാൾ ശക്തമായ ഒരു മത്സരം MV ജയരാജൻ ഇത്തവണ സുധാകരന് കൊടുക്കും. സുധാകരന് കനത്ത വെല്ലുവിളി ഉയർത്തുന്നതായിരിക്കും MV ജയരാജന്റെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിത്വം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഈ അഭിപ്രായ സർവേ അനുസരിച്ച് ചെറിയൊരു മാർജിനിൽ കെ സുധാകരന്റെ മുന്നേറ്റം പ്രവചിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, കെ സുധാകരന്റെ സ്വീകാര്യത സംബന്ധിച്ച് ഉയർന്നു വരുന്ന സംശയങ്ങൾ, നേരത്തെ വിജയൻ സൂചിപ്പിച്ച ശാഖയ്ക്ക് കാവൽ നിന്നു എന്നതൊക്കെ ഉള്ള അത്തരം പ്രചാരണങ്ങൾ, ഇതൊക്കെ കെ സുധാകരന്റെ കണ്ണൂരിലെ സാധ്യതകളെ എങ്ങനെ ബാധിക്കും എന്നത്, കണ്ണൂരിൽ ആരായിരിക്കും വിജയിച്ച് കയറുക എന്നതിൽ നിർണായകമായി സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് നേരത്തെ അഖിൽ പറഞ്ഞതുപോലെ തന്നെ അവസാന നിമിഷം വരെ ശ്വാസം അടക്കി പിടിച്ച് വോട്ടെണ്ണുന്ന ദിവസം കാത്തിരിക്കേണ്ടി വരുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്നായി കണ്ണൂർ മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് PP താങ്കളുടെ അഭിപ്രായം? ഇതില് ഇപ്പോ സുധാകരൻ ഒരു എഡ്ജ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ തീപാറുന്ന പോരാട്ടം തന്നെയാണ്. ഈ ഇഞ്ചോടിഞ്ച് പോരാടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷെ ഇതിൽ ഞാൻ കാണുന്ന കോൺഗ്രസിന് കാണുന്ന ഒരു അഡ്വാൻറ്റേജ്, കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലെ മൊത്തം അവസ്ഥ എടുക്കുമ്പോൾ എവിടെയും അധികാരത്തിലില്ല കോൺഗ്രസ്. എന്നുവെച്ചാൽ ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിന് അവർ കുറ്റം പറയാതെയാണ്. ഒന്നില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്തില്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ചെയ്തില്ല. പണ്ട് കോൺഗ്രസ് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഭരിച്ചിരുന്ന സമയത്ത് കോൺഗ്രസ് ആയിരുന്നു എപ്പോഴും വില്ലന്റെ റോളിൽ നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന് ആ തരത്തിലുള്ള സിമ്പതി ജനങ്ങളുടെ ഭാഗത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് വേറെ കുഴപ്പം കൂടിയുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ കയ്യിൽ കാശില്ല. ഇലക്ഷൻ രംഗത്ത് മുന്നിൽ നിൽക്കുന്നത് മണി പവറിൽ LDFും BJPയുമാണ്. അപ്പോൾ ആ രംഗത്ത് പ്രചരണത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിന് മറ്റുള്ളവരോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഒരു സിമ്പതി കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ട് എന്ന് ഞാൻ കാണുന്നു. കാരണം അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇന്നത് കിട്ടിയില്ല. അതിന് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താം, കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താം. ആ ചോദ്യങ്ങളിലൊക്കെ അത് കാണുന്നുണ്ട്. പിന്നെ ആരാണ് രണ്ടുപേരും കാരണക്കാരാണ് എന്ന് 38% പേര് പറയുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നിടത്ത് സുധാകരൻ എന്ന വ്യക്തിയെ മാത്രം കണ്ടുകൊണ്ടല്ല വോട്ട് ചെയ്യുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ കാരണങ്ങൾ എൻ്റെ ഒരു ഇതിൽ UDFന് അനുകൂലമാണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ട പല ഇപ്പോഴത്തെ ഇതിൽ ഭൂരിപക്ഷം ഇപ്പോൾ UDFന് എഡ്ജ് കാണിക്കുന്നത്. ശരി, അപ്പൊ അതൊരു പൊളിറ്റിക്കൽ ഇത് അത് നമ്മൾ കാണാതിരുന്നു. ഞാൻ നേരെ തിരിച്ചാണ് കാണുന്നത്. ഈ രാഷ്ട്രീയ കാരണങ്ങൾ വോട്ട് ചെയ്യാൻ ബാധകമാക്കുന്ന വോട്ടർമാർ ഇത്തവണ കണ്ണൂരിൽ ഇടതുമുന്നണിയെ പിന്തുണയ്ക്കാൽ അത്ഭുതപ്പെടുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കഴിഞ്ഞ തവണ UDFന് അനുകൂലമായിരുന്ന ഘടകങ്ങളിൽ ഒട്ടുമിക്കതും ഇത്തവണ ആ മണ്ഡലത്തിൽ LDFന് അനുകൂലമാണ് എന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധിയുടെ വരവ് ഒന്നും ഇത്തവണ ഒരു ചർച്ചാ വിഷയമാകുന്നില്ല. മറ്റ് ശബരിമല പോലെയുള്ള മറ്റു വിഷയങ്ങളില്ല. ഇത്തരം ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ കാരണങ്ങൾ എന്നത് കണ്ണൂരിൻ്റെ പ്രത്യേക സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ഇടതുമുന്നണിക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട്, തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് നേരത്തെ നമ്മുടെ അഖിൽ പറഞ്ഞതുപോലെ അവസാന വോട്ടും എണ്ണിക്കഴിയുമ്പോൾ ഫലം പറയാൻ പറ്റുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറുകയാണ് കണ്ണൂർ. ശരി, ഹാഷ്മി ബാക്ക് ടു യു. ഓക്കെ, ഇതെവിടെ സി രഘുനാഥ്, പക്ഷേ അത് സുധാകരനാണെങ്കിലും ജയരാജനാണെങ്കിലും സി രഘുനാഥ് എന്ന് പറയുന്ന കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വന്ന UDF NDA കാൻഡിഡേറ്റിന് കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് ഇപ്പോൾ നമ്മൾ യാദൃശ്യമായി ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിച്ച 4 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ സി രഘുനാഥ് ആവട്ടെ, മലപ്പുറത്തേക്ക് പോലെ അബ്ദുൽ സലാം ആകട്ടെ, എറണാകുളത്തേക്ക് വന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ ആവട്ടെ, 4 മണ്ഡലങ്ങളിലും ഇന്നത്തെ 4 NDA സ്ഥാനാർത്ഥികളും UDF പശ്ചാത്തലമുള്ളവരാണ് എന്നത് യാദൃശ്ചികത പറഞ്ഞു തന്നേ ഉള്ളൂ.